ഡിയർ ഫ്രണ്ട്സ്, ഇത് മലയാളം പ്രണയകഥകളാണ്. ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വരാൻ മറക്കരുതേ. കാരണം ഇന്നത്തെ ഭാഗം അതിൻ്റെ തുടർച്ചയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഥ തുടങ്ങാം. ആരടി ഇവൻ? ആദ്യത്തെ ആ പകപ്പ് മാറിയതും ജയപാൽ യാമിക്ക് നേരെ ദേഷ്യത്തോടെ വന്നതും യാമി വേഗം ശിവയുടെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു. ജയപാലിൻ്റെ കണ്ണുകൾ പിന്നെ ശിവയുടെ നേർക്കായി. എന്തിനോ ഒരുക്കം എന്ന പോലെ ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടെ മുറുക്കി ഉടുക്കുകയാണ് ശിവ. ഞെട്ടലോ ഭയമോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്നവൻ. ഇവനാരാ എന്നൊരു ചോദ്യം ജയപാൽ ആദ്യം സ്വയം ചോദിച്ചു. നീ ഏതാടാ? എവിടെ എങ്ങനെ വന്നു? ജയപാലിനേക്കാൾ ദേഷ്യത്തോടെ സുപ്രിയ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ദേ തള്ളെ, സ്ത്രീകളെ തല്ലുന്നവൻ എന്നൊരു ചീത്തപ്പേര് എനിക്കില്ലാത്തതാ. വെറുതെ നിങ്ങളായി അതും ഉണ്ടാക്കി തരരുത്. മാറി നിൽക്ക്. ഇനി ഞാൻ ആരാണ് എന്നതാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ശിവരുദ്ധ്. മുഴുവൻ പേരാണേ ശിവരുദ്ധ് രാജശേഖരൻ. അറിയോ? കോപം ഒളിഞ്ഞു കിടന്ന ശിവയുടെ കണ്ണുകൾ ജയപാലിനെയും സുപ്രിയയെയും നോക്കി ഒരു വശപിശക് ചിരിയോടെ ചോദിച്ചു. ഓ, അപ്പോൾ തന്തയുടെ വർത്താനം കേട്ടിട്ട് ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇറങ്ങി പിറപ്പെട്ടതായിരിക്കും അല്ലേ? പിന്നിൽ നിൽക്കുന്ന യാമിയെ നോക്കിക്കൊണ്ട് ജയപാൽ കുടലതയോടെ ചോദിച്ചു. ആ, വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്തേ, കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ? ശിവയുടെ കണ്ണുകളുടെ ഭാവവും മുഖത്തെ ചിരിയും കൂടുതൽ വന്യമായി. തൻ്റെ തോന്നൽ ഇവിടെ നിൽക്കട്ടെ. നിന്റെ തന്തയ്ക്ക് നിന്നോടൊരു സ്നേഹമില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ആരാണെന്നും എന്താണെന്നും അയാൾ ശരിക്കും അറിയാം. എന്നിട്ടും നിന്നെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞറിയിക്കണമെങ്കിൽ നിന്നെ ആ വീട്ടിൽ പട്ടിയായിട്ട് പോലും അയാൾ കണ്ടിട്ടുണ്ടാകില്ല. ദാ ചെറുക്ക, നിന്റെ വീട്ടിൽ കയറി ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ബുദ്ധിയുള്ള ഒരുത്തന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. എൻ്റെ ധൈര്യവും കൈകരുത്തും നീ എന്ത് കണ്ടിട്ടാടാ? ശിവയെ നോക്കി ക്രൂരമായൊരു ചിരിയോടെ ജയപാൽ പറഞ്ഞു വന്നതും ആ വീട് തന്നെ കുലുങ്ങിപ്പോയി എന്ന് തോന്നും വിധം ശിവയുടെ കൈ അയാളുടെ കാരണം നോക്കി ആഞ്ഞു പതിച്ചിരുന്നു. പെട്ടെന്നുണ്ടായ ആ കാഴ്ച യാമിയുടെ ശ്വാസം മേലോട്ടുയർന്നു പോയി. പുറത്തേക്ക് തള്ളി വന്ന കണ്ണുകളോടെ അവൾ ശിവയെ നോക്കി സ്വന്തം വാ പൊത്തി പിടിച്ചു. നീയല്ല, നിന്റെ തന്ത വന്നാലും കുളിപ്പിച്ച് കിടത്താൻ ഞാൻ എടുത്ത മതിയടാ എൻ്റെ അച്ഛന്. സംശയമുണ്ടോ നിനക്ക്? പറയടാ, ഞാൻ എൻ്റെ വീട്ടിലെ പട്ടിയാണെന്നോ നീയും സംശയമുണ്ടോടാ നിനക്ക്? കിട്ടിയൊരടിയിൽ തന്നെ തലമിന്നി കുനിഞ്ഞു നിന്നു പോയ ജയപാലിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞൊരു ചവിട്ടി അയാളെ നിലത്തേക്ക് മറിച്ചു കൊണ്ടവൻ സംഹാര താണ്ഡവമാടുന്ന പരമശിവന്റെ കോപാഗ്നി ജ്വലിച്ചു. കണ്ടു നിന്ന് സുപ്രിയയും യാമിയും ഒരുപോലെ ഭയന്നുപോയി. എൻ്റെ വീട്ടിൽ കയറി ഇവളെ വലിച്ചിറക്കി കൊണ്ടുവന്നത് വലിയ ആനക്കാര്യമായി തോന്നുന്നുണ്ടോടാ പന്നെ നിനക്ക്? പറയടാ, നിന്റെ നല്ല നേരത്താടാ നീ അവിടെ വന്നത്. അല്ലാതെ നിന്റെ ഈ ചാങ്കൂറ്റം കൊണ്ടല്ല. നിന്നേക്കാൾ കോടിക്കുത്തിയന്മാർ ഇതുപോലെ പല വീരസാഹസത്തിനും ചിറക്കലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് എവിടെയാണെന്ന് പെറ്റ തള്ളയ്ക്ക് പോലും അറിയില്ലടാ. ഇതൊന്നും അറിയില്ലെങ്കിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. പറഞ്ഞു തരും നാട്ടുകാർ. ചിറക്കൽ രാജശേഖരനും മക്കളും ആരാണെന്നും എന്താണെന്നും. മൂക്കിൽ നിന്നൊഴുകിയ രക്തം കൈകൊണ്ട് പൊത്തി കിതപ്പോടെ നിലത്തിരിക്കുന്ന ജയപാലിൻ്റെ കോളറിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് അടിനാവിക്ക് നോക്കി ശക്തമായി ഇടിച്ചു കൊണ്ടവൻ പറഞ്ഞതും ജയപാൽ ചുമച്ചുകൊണ്ട് രക്തം തുപ്പിപ്പോയി. ജയ! സുപ്രിയ പേടിയോടെ അയാളുടെ അടുത്തേക്ക് വരാൻ തുനിഞ്ഞതും ശിവ അവർക്ക് നേരെ വിരൽ ചൂണ്ടി. എങ്ങോട്ടാ? അവിടെ നിന്ന് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞതാ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന്. ശിവ ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ മടങ്ങും. 2 പേരോടായി പറയാ ഞാൻ. ഇവളുടെ പിന്നാലെയുള്ള ഈ വരവ് ഇന്നത്തോടെ നിർത്തിക്കോണം. അതല്ല ഇനിയും ഇത് തന്നെ ആവർത്തിക്കാനാ ഭാവമെങ്കിൽ അടക്കം കുഴി കുത്തിയിട്ട് വേണം അതിനിറങ്ങി പുറപ്പെടാൻ. ജയപാലിനെയും സുപ്രിയയും നോക്കി ഒരു ഭീഷണിയോടെ പറഞ്ഞുകൊണ്ടവൻ യാമിയെ വിളിച്ച് റൂമിന് പുറത്തേക്ക് നടന്നതും നിലത്തു നിന്ന് പിടന്നെഴുന്നേറ്റ് ജയപാൽ അവനെ പിന്നിൽ നിന്നും മാഞ്ഞു ചവിട്ടി. ശിവ! മുന്നിലേക്ക് വീഴാനാഞ്ഞ് ശിവയെ കാണെ യാമിയെ ആദ്യോടെ വിളിച്ചു. ഇവിടെ നിന്നിവളെ കൊണ്ടുപോകുന്നത് ഇത്രയ്ക്ക് എളുപ്പമാണെന്ന് കരുതിയോടാ നായി നീ? വായിലെ രക്തം നിലത്തേക്ക് തുപ്പിക്കൊണ്ട് ജയപാൽ ശിവയെ നോക്കി മുരണ്ടു. നീ എൻ്റെ കൈ മെനക്കെടുത്തിയെ അടങ്ങൂ അല്ലേ? ജയപാലിനെ നോക്കിയുള്ള ശിവയുടെ ചിരി കൂടുതൽ വന്യമായി. അത് കാണാൻ വല്ലാത്തൊരു ദേഷ്യത്തോടെ ജയപാൽ അവന് നേർക്ക് പാഞ്ഞെടുത്തതും ഒരൊറ്റ നിമിഷം കൊണ്ട് ശിവ അയാളുടെ കഴുത്തിന് പിടിച്ച് ഗോവണിപ്പടിയോട് ചേർത്തുള്ള ഭിത്തിയോട് ചേർത്ത് നിർത്തി കഴിഞ്ഞിരുന്നു.
അത്ര എളുപ്പം നാട് പിടിക്കണമെന്ന് എനിക്ക് മോഹമൊന്നും ഇല്ലട പുല്ലേ. കൊണ്ടതിൻ്റെ ഇരട്ടി കൊടുത്തിട്ട് പോകുന്നവനാ ശിവ. നിനക്ക് കിട്ടിയത് തികഞ്ഞില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. തരില്ലേ ഞാൻ. ശ്വാസം എടുക്കാത്ത വിധം അയാളുടെ കഴുത്ത് ഞെരിച്ച് മൂക്ക് നോക്കി ആഞ്ഞ് പഞ്ച് ചെയ്തു കൊണ്ടവൻ കൊലച്ചിരിയോടെ പറഞ്ഞതും താൻ കണ്ടിട്ടില്ലാത്തൊരു ശിവയെ കാണുകയായിരുന്നു യാമി. അവൻ്റെ ദേഷ്യത്തിന് മുന്നിൽ നിൽക്കുന്നത് മനുഷ്യനാണെന്ന ദയ പോലും കാണിക്കുന്നില്ല. രക്തം തെറിപ്പിച്ചുകൊണ്ട് ജയപാലിൻ്റെ മുഖത്തേക്ക് നിർത്താതെ ഇരിക്കുന്നവനെ കാണെ യാമിക്ക് വല്ലാത്ത പേടി തോന്നി. ഇത്രയും വന്യമായൊരു ദേഷ്യം അവനിൽ ഉണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും അവൾ ചിന്തിച്ചില്ല. ശിവ കൈകരത്തിന് മുന്നിൽ ജയപാലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടതും സുപ്രിയ തൻ്റെ കയ്യിലെ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്തു. ശിവ. തുറന്നിട്ട മെയിൻഡോർ വഴി അകത്തേക്ക് വന്ന സച്ചു അല്പം ശബ്ദത്തിൽ തന്നെ വിളിച്ചപ്പോഴാണ് ആ ശബ്ദം ശിവയെ ഒരു തരിമ്പ് പോലും ഞെട്ടിച്ചില്ലെങ്കിലും യാമിയും സുപ്രിയയും ഒരു വെപ്രാളത്തോടെ താഴേക്ക് എത്തി നോക്കി. ഇതാണോ താൻ ഇത്രയും നേരം പറഞ്ഞ മഹാൻ? മുഖം മുഴുവൻ രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന ജയപാലിനെയും അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി ശിവയെ നോക്കിക്കൊണ്ട് സച്ചുവിന് പിന്നാലെ വന്ന SI ചോദിച്ചു. സച്ചുവും നോക്കിയത് ജയപാലിനെ തന്നെയായിരുന്നു. തത്തെ പറഞ്ഞ് പഠിപ്പിക്കും പോലെ പറഞ്ഞ് പഠിപ്പിച്ചതാ തെണ്ടിയെ രക്തം പൊടിപ്പിക്കല്ലേന്ന്. എന്നിട്ട് അവൻ അയാളെ ഇഞ്ചം പരമമാക്കി വെച്ചിക്കുവാണല്ലോ ഈശ്വര എന്നോർത്തുകൊണ്ട് സച്ചു മനസ്സിൽ ദൈവത്തെ വിളിച്ചുപോയി. ഇങ്ങോട്ട് തല്ലുമ്പോൾ പിന്നെ അങ്ങോട്ട് തല്ലാതിരിക്കാൻ അവൻ മദർ തെരേസയുടെ കൊച്ചുമോനൊന്നും അല്ല സർ. നിനക്ക് ഞാൻ തരാട പുല്ലേ എന്നൊരു ഭാവത്തിൽ ശിവയെ നോക്കിക്കൊണ്ട് സച്ചു അല്പം കാര്യഭാവത്തിൽ ആ SIയോട് പറഞ്ഞു. അവനെ കണ്ടിട്ട് അത്ര തല്ലി തിരികെ കിട്ടിയ പോലുണ്ട് സച്ചിദാനന്ദൻ വക്കീലിന്. ഇനിയും മടങ്ങാത്ത ദേഷ്യത്തിൽ ജയപാലിൻ്റെ രക്തം പുരണ്ട കൈകൾ മുണ്ടിൻ്റെ തലപ്പിൽ തുടയ്ക്കുന്ന ശിവയെ നോക്കി SI ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ഒപ്പം തന്നെ തല്ല് കിട്ടിയ അവശനായി നിൽക്കുന്ന ജയപാലിനെ നോക്കി അയാളുടെ കണ്ണുകൾ എന്തോ ചോദിക്കുന്നുണ്ട്. പോലീസിനെ കണ്ടതും ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യത്തോടെ സുപ്രിയ മുന്നോട്ട് വന്ന് ജയപാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഒരു പ്രശ്നം വന്നാൽ അത് തീർക്കാൻ ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉണ്ട്. നീ എന്ത് കണ്ടിട്ടാടാ ഒരു പോലീസുകാരനെ അയാളുടെ വീട്ടിൽ കയറി തല്ലിയത്? സച്ചുവിനെ നോക്കി അലസമായി താഴേക്കിറങ്ങി വന്ന ശിവയെ നോക്കി ആ പോലീസുകാരൻ അല്പം രൂക്ഷമായി ചോദിച്ചതും ഇവൻ ശരിക്കും പോലീസായിരുന്നോ എന്നൊരു സംശയഭാവത്തിൽ ശിവ സച്ചുവിനെ ഒന്ന് നോക്കി. നീ ഇപ്പോൾ ചിന്തിച്ചത് ശരിയാടാ എന്നൊരു ഭാവത്തിലാണ് സച്ചുവിൻ്റെ നിൽപ്പ്. എന്താടാ ചോദിച്ചാൽ മറുപടി പറയാൻ അറിയില്ലേ നിനക്ക്? അത് തല്ലാനും കൊല്ലാനും മാത്രമേ നിനക്കറിയുള്ളൂ. ഏത് പോലീസായാലും എൻ്റെ മെക്കിട്ട് കയറി പോക്കിരത്തരം കാണിച്ചാൽ കൈയും കെട്ടി നോക്കി നിന്ന് ശീലമില്ല. അതാ മുന്നിൽ നിൽക്കുന്ന ആ പോലീസുകാരൻ ജയപാലിൻ്റെയും സുപ്രിയയുടെയും ഔദാര്യത്തിൽ കഴിഞ്ഞവനാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയ ശിവ തെല്ലു കൂസലില്ലാതെ അയാളെ നോക്കി പറഞ്ഞതും സച്ചു വേണ്ടെന്നപ്പോൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാൻ എൻ്റെ മോളെ കാണാനില്ലെന്ന് നൽകിയ പരാതിയുടെ പുറത്താ ജയപാൽ എൻ്റെ വീട്ടിലേക്ക് വന്നത്. നീയോ? നീ എന്താ അവകാശത്തിൻ്റെ പേരിലാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്? തികഞ്ഞ അഹംഭാവത്തോടെ സുപ്രിയ ചോദ്യവുമായി ശിവയ്ക്ക് നേർക്ക് നിന്നു വന്നു. ഞാൻ നിങ്ങളുടെ മകളല്ല, യാമി അങ്ങേയറ്റം വെറുപ്പോടെ വിളിച്ചു പറഞ്ഞു. നിന്നെ പ്രസവിച്ചത് ഞാനായിരിക്കില്ല, പക്ഷെ വളർത്തിയതും ഇത്രയും വലുതാക്കിയതും ഞാനാ യാമി. മരിക്കും മുന്നേ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച നിൻ്റെ അച്ഛൻ്റെ കണ്ണടഞ്ഞത്. കള്ളം, യാമി വീറോടെ പറഞ്ഞു. സുപ്രിയയുടെ കൈകൾ യാമിയുടെ കവളിൽ പതിഞ്ഞു. ഏയ്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അവളെ തല്ലാനുള്ള അവകാശം നിങ്ങൾക്ക് ആരാ തന്നത്? സച്ചു വേഗം യാമിയുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് വേണ്ടി സംസാരിച്ചു. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ? സുപ്രിയ തികഞ്ഞ പുച്ഛത്തോടെ സച്ചുവിനെ നോക്കി. നിന്റെ അമ്മയുടെ നായർ. ഇതേ പെണ്ണുമ്പിള്ളെ, ഞാൻ നേരവണ്ണം പറഞ്ഞതാ ഒതുങ്ങ. നിങ്ങൾ ആരാന്നാ വിചാരം? എങ്ങോട്ടായി ചൊറിഞ്ഞു വരുന്നത്? ശിവ കലിയോടെ അവർക്ക് നേരെ വന്നതും 2 പോലീസുകാർ വന്നവനെ ബലമായി പിടിച്ചു വെച്ചു. സർ വേണ്ട, ഞങ്ങൾ നേരായ വഴി പ്രശ്നം പറഞ്ഞവസാനിപ്പിക്കാനാണ് വന്നത്. അതിനു വേണ്ട സാഹചര്യം ഒതുക്കാതെ നിങ്ങളിങ്ങനെ കൂറ് കാണിച്ചു നിന്ന കേരള പോലീസിൽ നിങ്ങൾക്ക് മേലെയുള്ള ഓഫീസേഴ്സ് ഉണ്ടെന്ന കാര്യം മറക്കരുത് നിങ്ങൾ. ആ SIയെ നോക്കി അല്പം ഗൗരവത്തോടെ പറഞ്ഞു സച്ചു. എന്തു കൂറ് കാണിക്കാൻ? വീട് കയറി ആക്രമിച്ചതിന് ഇവൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് ഞാൻ കൊടുത്താൽ അകത്ത് കയറി കിടക്കേണ്ടി വരും ഇവൻ, അറിയോ? ശിവയെ നോക്കാൻ ചെറിയ പേടിയോ ഉള്ളതുകൊണ്ട് തന്നെ സുപ്രിയയുടെ സംസാരം സച്ചുവിനെ നോക്കിയാണ്. നിന്നെയൊന്നും കൊന്നാൽ പോലും എന്നെ ഒരുത്തനും തൊടില്ല, ശിവ വല്ലാത്ത രോഷത്തോടെ അവരെ നോക്കി പറഞ്ഞു. ഓഹോ, അപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ വധഭീഷണി നടത്തുകയാണ് അല്ലേ? SI ശിവയുടെ മുന്നിലേക്ക് വന്നു നിന്ന് കൂർമ്മതയോട് ചോദിച്ചു. അതെ. ശിവ, നീ മിണ്ടാതെ നിന്നെ, ഞാൻ സംസാരിക്കാം. തന്നെ ചൊറിഞ്ഞുകൊണ്ടുള്ള അയാളുടെ സംസാരം കേൾക്കെ ശിവ വെറിയോടെ അയാളെ നോക്കി എന്തോ പറയാൻ വന്നതും സച്ചു അവനെ തടഞ്ഞു. സർ, ഞാൻ മാന്യമായി ചോദിക്കുക, ഞാൻ തന്ന പരാതിയിൽ സാറിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ?
ഞങ്ങൾക്കത് അറിഞ്ഞാൽ മതി. സച്ചു അയാളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. യാമിയുടെ കണ്ണുകൾ ശിവയിലാണ്. വലിഞ്ഞു മുറുകിയ മുഖവുമായി ദേഷ്യമടക്കി നിൽക്കുകയാണ് അവൾ. എന്താടോ ഇവരുടെ പരാതി? കുറച്ചൊരു അവശത മാറിയ ജയപാൽ ഒരു കസേരയിലേക്ക് തളർച്ചയോടെ ഇരുന്നു കൊണ്ട് ആ പോലീസുകാരനെ നോക്കി അന്വേഷിച്ചു. ഈ പെൺകുട്ടിയെ അവളുടെ ഇഷ്ടമില്ലാതെ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് സർ പരാതി. അയാൾ ജയപാലിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. ആര് പിടിച്ചു വെച്ചുവേ? ഇനി പിടിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താ അതിൽ കുഴപ്പം? ദേ നോക്ക്, തലയ്ക്ക് സുഖമില്ലാത്തവൾ വല്ലതും പറയുന്നത് കേട്ട് ഇങ്ങനെ നിലനിൽക്കാത്ത കേസുമായി വന്ന നാണം കെടാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. സച്ചുവിൻ്റെ അടുത്ത് നിൽക്കുന്ന യാമിയെ നോക്കി സുപ്രിയ പരിഹാസച്ചിരിയോടെ പറഞ്ഞതും യാമിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു പോയിരുന്നു. യാമി മെൻ്റലി ഓക്കെ അല്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നതല്ലേ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? സച്ചു ചോദിച്ചു. തെളിവില്ലാതെ ഇത്ര ധൈര്യത്തിൽ ഞങ്ങളിങ്ങനെ ഒരു കാര്യം പറയുമോ? ഇവളുടെ അമ്മ തീ കൊളുത്തി മരിക്കുന്നത് നേരിൽ കണ്ട ഷോക്കിലാ അവളുടെ മനസ്സ് കൈവിട്ടു പോയത്. ഞാനും ഇവളുടെ അച്ഛനും ഒത്തിരി ചികിത്സകൾ നടത്തിയിട്ടുണ്ട് അവൾക്ക്. പിന്നെ തെളിവുണ്ട്. പക്ഷെ അതിങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ കാണിച്ചു തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ജയപാലിനെ ഒന്ന് നോക്കിക്കൊണ്ട് സുപ്രിയ സച്ചുവിനോടായി പറഞ്ഞു. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണണം സർ. സച്ചു കൂടെ വന്ന SIയെ നോക്കി പറഞ്ഞു. അതങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ കാണിച്ചു തരില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, സുപ്രിയ ചൊടിയോടെ പറഞ്ഞു. മാഡം പ്ലീസ്, ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കൂ. പ്രശ്നം നല്ല രീതിയിൽ അവസാനിക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. സുപ്രിയയെയും ജയപാലിനെയും നോക്കി ആ SI കുടിലതയോടെ പറഞ്ഞു. സുപ്രിയ വേണോ വേണ്ടോ എന്നൊരു ചോദ്യത്തോടെ ജയപാലിനെ നോക്കി. അയാൾ അതിനുള്ള അനുവാദം കൊടുത്തതും യാമിയെ ചുട്ടരിക്കും പോലെയൊന്ന് നോക്കിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു. അതേ നിമിഷം സച്ചും ശിവയും പരസ്പരം ഒന്ന് നോക്കി. അവർക്കിടയിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അങ്ങനെ നിൽക്കുമ്പോഴും യാമിക്കറിയാം തനിക്ക് വേണ്ടി പറയുന്ന ഒരു ന്യായവും ഇവർക്ക് മുന്നിലും നിയമത്തിനു മുന്നിലും നിലനിൽക്കുന്നെന്ന്. അവൾക്ക് വല്ലാതെ പേടിയായി തുടങ്ങി. ഇവർക്ക് കൂടെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലെന്ന് അവൾ ഉറപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും റൂമിലേക്ക് പോയ സുപ്രിയ 1-2 പേപ്പേഴ്സുമായി അങ്ങോട്ടേക്ക് വന്നു. ഒറിജിനൽ നശിപ്പിച്ചു കളയുമെന്ന് ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ സച്ചുവിന് നേർക്ക് നീട്ടിയ പേപ്പേഴ്സെല്ലാം കോപ്പിയായിരുന്നു. ശിവ ഒന്ന് നോക്കിക്കൊണ്ട് സച്ചു അവരുടെ കയ്യിൽ നിന്നും അതെല്ലാം വാങ്ങി വായിച്ചു നോക്കി. പ്രതീക്ഷിച്ചതുപോലെ യാമയ്ക്ക് യാതൊരുവിധ മാനസിക ബുദ്ധിമുട്ടുകളും ഇല്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് ആ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ അവന് മനസ്സിലായി. അത്രത്തോളം കൂർമ്മതയോടെയാണ് അവർ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. എന്തേ, ഒന്നും പറയാനില്ലേ? ജയപാൽ അവശ്യതയിലും ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വലിയ ഗുണമുള്ളതായി തോന്നുന്നില്ല. പക്ഷേ യാമിയെ നിങ്ങൾ ഇവിടെ ഇട്ട് ഉപദ്രവിക്കുകയാണ്. അവളുടെ പേരിലുള്ള സ്വത്തിനു വേണ്ടി അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? സുപ്രിയയെ നോക്കിക്കൊണ്ട് സച്ചു ചോദിച്ചത്. പിന്നല്ലാതെ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ മോളല്ലേ ഇവൾ. അവൾക്ക് എന്താണ് നല്ലത് ചീത്തത് എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. വിവാഹം ഉറപ്പിച്ചത് പുറത്ത് നിന്ന് ആരുമായുമല്ല. എൻ്റെ അനുജനാണ് ഇവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. കുറച്ചു കാലം മുൻപ് വരെ ഇവൾക്ക് അവന് ജീവനായിരുന്നു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ആ ഇഷ്ടം അംഗീകരിച്ച് അദ്ദേഹം തന്നെയാണ് ഇവരുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞത്. കള്ളമായി ഇവർ പറയുന്നത്. ഇങ്ങനെയൊന്നും അല്ല. അയാളെ വിവാഹം കഴിക്കണമെന്ന് എൻ്റെ അച്ഛൻ ഒരിക്കലും പറയില്ല. ഒട്ടും പതറാതെയുള്ള സുപ്രിയയുടെ കള്ളക്കഥ കേട്ട് യാമി ദേഷ്യത്തോടെ പറഞ്ഞു. മനോനില തെറ്റി നീ ഇന്ന് പറയുന്നതല്ല നാളെ പറയുക എന്ന് എന്നേക്കാൾ നന്നായി ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. സംസാരിച്ചിട്ട് കാര്യമല്ല. ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്ന യാമിയെ നോക്കി അങ്ങേയറ്റം പരിഹാസത്തോടെയും പുച്ഛത്തോടെയും സുപ്രിയ പറഞ്ഞു. എനിക്കല്ല, നിങ്ങൾക്കാ ഭ്രാന്ത്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എനിക്ക് നഷ്ടമായത് നിങ്ങളെ കൊണ്ടാ. ദുഷ്ടയ നിങ്ങൾ, വഞ്ചകി. യാമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർക്ക് നേരെ ചീറി. സച്ചു അവളെ അലിവോടെ നോക്കി നിന്ന് പോയെങ്കിലും ഈ പുലിവാൽ ഇന്ന് എങ്ങാനും തീരുമോ ഈശ്വര എന്നൊരു ഭാവത്തിലായിരുന്നു ശിവയുടെ നിൽപ്പ്. സച്ചേട്ടാ, ഞാൻ പറയുന്നത് സത്യം. ഇവർ കാരണം എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ചതിച്ചതാ സച്ചുവേട്ടാ. ദേ ഈ പോലീസുകാരും എല്ലാവരും ഇവരുടെ ആളുകളാ. അയാൾ പറയുന്നത് ഇവരൊക്കെ കേൾക്കൂ. ജയപാലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യാമി സച്ചുവിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ആർക്കും വിശ്വാസയോഗ്യമല്ലെന്നപ്പോൾ സുപ്രിയയുടെ കണ്ണുകൾ വല്ലാത്തൊരു അഹങ്കാരത്തോടെ യാമി തുറച്ചു നോക്കി. നിങ്ങളുടെ സഹോദരനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് യാമി പറയുന്നുണ്ടല്ലോ. അവളുടെ എതിർപ്പിനെ മാനിച്ച് ഈ വിവാഹം വേണ്ടെന്ന് വച്ചൂടെ? യാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചു സുപ്രിയയുടെ മുന്നിലേക്ക് നിന്ന് ചോദിച്ചു. തലയ്ക്ക് സുഖമില്ലാത്തവൾ പറയുന്നത് കേട്ട് നിശ്ചയിച്ച വിവാഹം ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കോ?
അല്ലെങ്കിൽ തന്നെ ഇവൾ എന്തിനാ ഈ വിവാഹത്തിൽ എതിർപ്പ് പറയുന്നത്? അവൻ ഇവളെ എന്തിഷ്ടമാണെന്ന് അറിയോ? ഇവൾക്ക് വേണ്ടി എന്തും ചെയ്യും അവൻ. സുപ്രിയ യാമിയെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. യാമിയുടെ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്രപ്രകാരം യാമിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാമെന്നാണ്. നിങ്ങൾ ഉറപ്പിച്ച വിവാഹം അവൾക്ക് ഇഷ്ടമല്ലെന്ന് അവൾ പറയുന്ന സ്ഥിതിക്ക് അതിനെ നിർബന്ധിക്കുന്നത് തെറ്റല്ലേ? സച്ചു അവരുടെ മുഖത്തേക്ക് നോക്കി സ്വാഭാവികമായി തന്നെ ചോദിച്ചു. എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. ഇന്നിവൾ അവന് ഇഷ്ടമല്ലെന്ന് പറയും, നാളെ ഇഷ്ടമാണെന്നും. അതാണ് അവളുടെ അസുഖവും. അപ്പോൾ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്തു കൊടുക്കണം. അതാണ് എൻ്റെ കടമ. എൻ്റെ അനുജനെ എനിക്ക് നന്നായി അറിയാം. അവൻ അവളെ പൊന്നുപോലെ നോക്കും. ഒന്നിൻ്റെ പേരിലും കഷ്ടപ്പെടുത്തില്ല. സുപ്രിയ അല്പം നെകളിപ്പോടെ പറഞ്ഞു. അത് നിങ്ങൾ പറയുന്നതല്ലേ. അവൻ ഇവളെ വിവാഹം കഴിക്കുന്നത് ഇവളുടെ പേരിലുള്ള സ്വത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞ? സച്ചുവിൻ്റെ നോട്ടവും ചോദ്യവും കൂർത്തു. അത് കള്ളാണെന്ന് പറയാൻ എൻ്റെ നാവിന് തളർച്ചയൊന്നും വന്നിട്ടില്ല. സുപ്രിയ ഒട്ടു തന്നെ വിട്ടുകൊടുത്തില്ല. യാമിയുടെ പേരിലുള്ള സ്വത്തിന് വേണ്ടിയാണ് നിങ്ങൾ അവളെ നിങ്ങളുടെ സഹോദരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ എനിക്കധികം സമയം വേണ്ട. സച്ചു ചെറിയൊരു പരിഹാസത്തോടെ അവരെ നോക്കി പറഞ്ഞു. ഭ്രാന്തുള്ള ഇവൾ എന്തൊക്കെയോ പറഞ്ഞു മയക്കി നിങ്ങളെല്ലാവരും കൂടെ കിടത്തി മുതലാക്കുകയാണെന്നും അവളുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുകയാണെന്നുമൊക്കെ ഞാനും അങ്ങ് വാദിക്കും. സുപ്രിയ അഹംഭാവത്തോടെ പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ അവരെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. നിങ്ങൾക്കെന്തും വാദിക്കാം. എന്തൊക്കെ വാദിച്ചാലും നിങ്ങൾ തീരുമാനിച്ച ഈ വിവാഹം നടക്കില്ല. സച്ചു ഒരു ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു. നമുക്ക് നോക്കാം. ജയ്പാലാണത് പറഞ്ഞത്. നോക്കാനൊന്നുമില്ല മിസ്റ്റർ. യാമിക്ക് ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാമിയുടെ ഇഷ്ടം മാത്രമേ കോടതി നോക്കൂ. സച്ചു അയാൾക്ക് മുന്നിലേക്ക് വന്ന് അവൻ്റെ കയ്യിലുള്ള നേരത്തെ സുപ്രിയ കൊടുത്ത പേപ്പേഴ്സ് എല്ലാം അവിടെ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. വിൽപത്രത്തിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവളുടെ എല്ലാ രോഗവും അറിഞ്ഞൊരുത്തൻ ഇവളെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. അതും ഇവളുടെ പേരിലുള്ള സ്വത്ത് വകകൾ കണ്ടിട്ടല്ല അവൻ വിവാഹത്തിന് തയ്യാറായത് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും വേണം. എന്തേ, ഇങ്ങനെ ഒരുത്തിയെ കെട്ടാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ നടത്തി തരാം. പക്ഷെ കെട്ടാമെന്ന് പറയുന്നത് ഇവളുടെ പേരിലുള്ള സ്വത്ത് മോഹിച്ചല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകണം. സച്ചുവിനെ നോക്കി ജയപാൽ അല്പം വീറോടെ തന്നെ പറഞ്ഞു. കെട്ടുന്നത് കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല മിസ്റ്റർ ജയ്പാൽ. പക്ഷേ യാമി രവീന്ദ്രൻ എന്നെ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല. സച്ചു അയാളെ നോക്കി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. ഇവരുടെ ഈ കോടീശ്വരൻ കളി ഇന്നെങ്ങാനും തീരുമോ എന്നൊരു ഭാവത്തിൽ അലസമായി ഭിത്തിയിൽ ചാഞ്ഞു നിൽക്കുകയാണ് ശിവ. സച്ചു പറഞ്ഞത് കേട്ടതും ജയ്പാൽ അവനെ പരിഹസിച്ചെന്ന പോലെ ഒന്ന് ചിരിച്ചു. സഹായിക്കാൻ നിൽക്കുമ്പോഴും തലയിലാകുമോ എന്ന പേടിയുണ്ടല്ലേ വക്കീലിന്? ജയ്പാൽ അതേ പരിഹാസത്തോടെ ചോദിച്ചു. അങ്ങനെ ഒരു പേടി തൽക്കാലം എനിക്കില്ല ജയ്പാൽ. യാമിക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ വിവാഹം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. സച്ചു അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞതും ശിവൻ ഞെട്ടലോടെ അവനെ നോക്കി. പക്ഷേ യാമിക്കിഷ്ടം എന്നെയല്ല, ഇവനെയാണ്. ഞെട്ടലോടെ നിൽക്കുന്ന ശിവയ്ക്ക് നേരെ വന്ന് അവൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ശിവയും യാമിയും ഇതെപ്പോ എന്നൊരു ഭാവത്തിൽ പരസ്പരം ഏറെ ഞെട്ടലോടെ നോക്കി. എന്താ പറഞ്ഞേ? ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നോ? എന്നു മുതൽ? സുപ്രിയയും ജയപാലും ഒരേ ഞെട്ടലോടെ ചോദിച്ചു. എന്നു മുതൽ ഇഷ്ടത്തിലായി എന്നത് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടത്തിലാണോ അല്ലയോ എന്ന് യാമി പറയും. യാമി, നീയും ശിവയും തമ്മിൽ പ്രണയത്തിലല്ലേ? സച്ചു യാമിയെ നോക്കി ചോദിച്ചതും യാമി വല്ലാത്തൊരു പകപ്പോടെ അവനെ നോക്കി. എടാ, ശിവ ദേഷ്യത്തോടെ സച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു. നീ നിൽക്ക് ശിവ, ഈ പ്രശ്നത്തിൽ ഇന്നൊരു പരിഹാരം വേണം. പറയാമി, നീയും ശിവയും തമ്മിൽ ഇഷ്ടത്തിലല്ലേ? ശിവയുടെ കൈ വീടിച്ചുകൊണ്ട് സച്ചു യാമിയുടെ അടുത്തേക്ക് ചെന്നു. സുപ്രിയയും ജയപാലും അവിടെയുള്ള പോലീസുകാരും എന്തിനേറെ ശിവ പോലും പകപ്പോടെ നോക്കുന്നതിപ്പോൾ യാമിയെയാണ്. അതെ, ശിവ നോക്കാതെ സച്ചുവിനെ മാത്രം നോങ്ങിക്കൊണ്ട് യാമി പറഞ്ഞതും ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി തുടങ്ങിയിരുന്നു. ഇനി യാമിയുടെ പേരിലുള്ള സ്വത്ത് കണ്ടിട്ടാണോ ഇവൻ ഇവളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നത് എന്നാണ് അടുത്ത ചോദ്യം അല്ലേ? സച്ചു അവരെ നോക്കി ചോദിച്ചു. വല്ലാത്തൊരു അവിശ്വാസത്തോടെ സച്ചുവിൻ്റെ കണ്ണിലേക്ക് ഏറ്റുനോക്കി ജയപാൽ. ചിറക്കൽ രാജശേഖരൻ്റെ മകൻ ശിവരുദ്രന് ജീവിക്കാൻ യാമി രവീന്ദ്രൻ്റെ പേരിലുള്ള സ്വത്തിൻ്റെ ആവശ്യമില്ലെന്ന് തെളിയിക്കാൻ പ്രത്യേക തെളിവുകളുടെ ആവശ്യമൊന്നും വേണ്ടെന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. സച്ചു ഒരു വിജയച്ചിരിയോടെ പറഞ്ഞതും ജയപാലും സുപ്രിയയും ആകെ പകച്ചുപോയി. കള്ളം, ഇത് കള്ളാണ്. ഇവളെ സഹായിക്കാൻ വേണ്ടി ഇല്ലാത്ത പ്രേമകഥകളുണ്ടാക്കിയാണ് നിങ്ങൾ. അത് കേട്ടയുടനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഞങ്ങളത്ര പൊട്ടന്മാരൊന്നുമല്ല. സുപ്രിയ വല്ലാത്തൊരു വെപ്രാളത്തോടെ മുന്നോട്ട് വന്ന് പറഞ്ഞു.
പറയുന്നത് കള്ളമാണോ അല്ലയോ എന്നല്ലല്ലോ സുപ്രിയ മാഡം കോടതിയിൽ പ്രധാനം. കോടതിക്ക് വേണ്ടത് തെളിവുകളല്ലേ. അതിപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ഇനി കേസിന് പോകുമ്പോൾ യാമി രവീന്ദ്രൻ എന്നല്ല, യാമി ശിവരുദ് അങ്ങനെ വേണം കംപ്ലൈൻറ്റ് കൊടുക്കാം. കാരണം ഇന്ന് തന്നെ ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യും.